ചക്കക്കുട്ടപ്പന്റെയും കൂട്ടുകാരുടെയും കൊത്തുകൊണ്ട് അരിക്കൊമ്പൻ അലറി വിളിച്ച് കാട്ടിലേക്ക് ഓടി. ഇവന്റെ ചക്കപ്രാന്ത് കാരണം ഇവിടെ വഴി നടക്കാൻ കൂടി പറ്റാതെ. ചക്കക്കൊമ്പ, ചക്കക്കൊമ്പ, ചക്കക്കൊമ്പ. ഇതെന്താ കരിവണ്ടു? കറുപ്പും ചെമുപ്പും നല്ല കോമ്പിനേഷൻ ആയിട്ടുണ്ട്. കൊമ്പ, എനിക്ക് വേണം ഇങ്ങനെ. ഇതിന് വലിയ ചെലവൊന്നുമില്ല. ഇപ്പൊ ചെന്നാലേ ചൂടോടെ കിട്ടും. ആടി സക്കേ, ഞാൻ പോയിട്ട് വരാങ്കി. എവിടെ? എങ്ങോട്ട്? എടാ മണ്ട, ഇത് പറഞ്ഞു ചെയ്യിച്ച ഡിസൈനൊന്നുമല്ല. കാറ്റാടിക്കുന്നിലെ കാക്കക്കൂട്ടപ്പനും കൂട്ടനും എനിക്ക് തന്ന പണിയായത്. നടന്ന കാര്യങ്ങളെല്ലാം അരിക്കൊമ്പൻ ചക്കക്കൊമ്പനോട് പറഞ്ഞു. നാട്ടിലെ പീറക്കാക്കകളുടെ കൊത്തും മേടിച്ച് വന്നേക്കുവൻ. കാട്ടിലെ വില്ലാളി വീരനായ കൊമ്പൻ. ഷു, ലജ്ജാവഹം. നീ വിചാരിച്ച പോലൊന്നും അല്ല ചക്കക്കൊമ്പ കാര്യങ്ങൾ. ആ കാക്കക്കൂട്ടപ്പന് കാഞ്ഞ ബുദ്ധിയാണ്. എന്തായാലും അവനൊരു പീറക്കാക്കയല്ലേ. ഇനി നീ അവനെ മറന്നേരെ. ആ കൂട്ടപ്പനെ ഞാനങ്ങെടുക്കുവാ എന്ന് പറഞ്ഞ് ചക്കക്കൊമ്പൻ കാറ്റാടിക്കുന്ന് ലക്ഷ്യമാക്കി നടന്നു. വഴിമധ്യേ കിടന്ന പാല കണ്ട് ചക്കക്കൊമ്പൻ മനസ്സിൽ പറഞ്ഞു, ഇനി നീ എന്നെ കൊത്തുന്നത് ഒന്ന് കാണണം. അങ്ങനെ ചക്കക്കൊമ്പൻ പാളയും പുറത്തു വെച്ച് കാറ്റാടിക്കുന്നിലേക്ക് നടന്നു. ഇത് വിളഞ്ഞ ചക്കയാണോടാ? അതെ, വിളഞ്ഞതാ. വരിക്കയോ കൂഴയോ? വരിക്കച്ചക്കയാണ്. കൊള്ളാം എന്ന് പറഞ്ഞ് ചക്കക്കൊമ്പൻ അവിടെ ഉണ്ടായിരുന്ന ചക്കയെല്ലാം വയറ്റിലാക്കി. കാട്ടിലെ ചക്കയേക്ക നാട്ടിലെ ചക്കയാണ് ടേസ്റ്റ്. ഓ, ഇനി ഉടനെ ഒന്നും കാട്ടിലേക്കില്ല. എന്താ മോനെ, ഹാപ്പിയല്ലേ? ഹോ, ആരിക്കൊമ്പൻ പോയപ്പോ ചക്കക്കൊമ്പൻ വന്നല്ലോ. ഇവരെ തുരുത്താൻ ഇനി കൂട്ടപ്പൻ തന്നെ ശരണം. അങ്ങനെ ചക്കക്കൊമ്പൻ നാട്ടിലെ ചക്കകളെല്ലാം വയറ്റിലാക്കാൻ തുടങ്ങി.
ഒന്ന് മാറടാ. ഇനി ഈ നാട്ടിലെ ചക്കകളെല്ലാം എന്റെയാണ്. അത് പറയാൻ നീ ആരടാ? നിനക്കുള്ള പണി ഞാൻ ഇപ്പോൾ തന്നെ തരുന്നുണ്ട്. കൂട്ടരെ വരൂ, ആക്രമിക്കൂ. കൊത്തടാ കൊത്ത്, നിനക്കൊക്കെ പറ്റുന്ന പോലെ കൊത്ത്. നമ്മൾ കൊത്തിയിട്ടും അവരൊരു കൂസലുമില്ലല്ലോ. കണ്ടില്ലേ അവൻ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നത്? കൊള്ളാം മക്കളെ, കൊള്ളാം. കൊത്തിക്കഴിഞ്ഞെങ്കിൽ ഈയുള്ളവും പൊക്കോട്ടെ. എന്ന് പറഞ്ഞ് ചക്കക്കൊമ്പൻ അടുത്ത ചക്കയും തേടി നടന്നു. ഹോ, ഇത്രയും കൊത്തിയിട്ട് അവൻ ഏഷ്യത് പോലുമില്ല. ഇങ്ങനെ പോയാൽ നമ്മൾ പട്ടിണി ആയത് തന്നെ. ഈ കാര്യം ഞാൻ കുട്ടപ്പനോട് പോയി പറഞ്ഞിട്ട് വരാം. അമ്മായിയും കുട്ടപ്പനും പതിവ് പോലെ അപ്പവുമായി ചന്തയിലേക്ക് പുറപ്പെട്ടു. കുട്ടപ്പ, ഞാൻ നിന്നെ അന്വേഷിച്ച് അങ്ങോട്ടേക്ക് വരുവായിരുന്നു. എന്താ കൂട്ടുകാരാ, എന്തു പറ്റി? തന്റെ സുഹൃത്ത് നടന്ന കാര്യങ്ങളെല്ലാം കുട്ടപ്പനോട് പറഞ്ഞു. അരിക്കൊമ്പൻ പോയപ്പോൾ ദാ ചക്കക്കൊമ്പൻ. ഷോ, ഇതിപ്പോൾ എന്തു ചെയ്യും? അമ്മായി പേടിക്കാതെ, നമുക്കൊരു വഴി കാണാം. ചന്തയിലെത്തിയ അമ്മായിയോടും കുട്ടപ്പനോടും രഘുചേട്ടൻ ചക്കക്കൊമ്പന്റെ കാര്യങ്ങൾ പറഞ്ഞു. കുട്ടപ്പ, ഇനി താമസിപ്പിക്കാൻ പറ്റില്ല. എത്രയും വേഗം ഒരു തീരുമാനമെടുക്കണം. അമ്മായി വീട്ടിലേക്ക് പൊക്കോളൂ. ഇന്ന് ചക്കക്കൊമ്പന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കിയേ ഞാൻ തിരികെ വരൂ. എന്ന് പറഞ്ഞ് കുട്ടപ്പൻ പറന്നു. വഴിയിൽ വിശ്രമിക്കുന്ന ചക്കക്കൊമ്പനെ കണ്ട് കുട്ടപ്പൻ മനസ്സിൽ പറഞ്ഞു. ഇന്ന് നിന്റെ കാര്യം പോക്കാണ്. അപ്പോഴാണ് കാക്കക്കുട്ടപ്പൻ അടുത്ത മരത്ത് ഞാന്നു കിടക്കുന്ന പഴുത്ത ചക്കയും അതിന്റെ പുറകിലായി തേനീച്ചക്കൂടും ശ്രദ്ധിച്ചത്. ചക്കക്കൊമ്പ, ദാ ചക്കക്കൊമ്പ. നീ ഞാനാടാ കാക്കക്കുട്ടപ്പൻ. ഇനി നീ ഈ നാട്ടിലെ ചക്ക പറിച്ച് തിന്നാൽ നിന്റെ കണ്ണ് ഞാൻ കുത്തിപ്പൊട്ടിക്കും. അതെനിക്കൊന്ന് കാണണമല്ലോ. ചൂണയുണ്ടെങ്കിൽ ആ പ്ലാവിലെ ചക്ക പറിക്ക്, കാണട്ടെ. ചക്കക്കൊമ്പൻ ചക്ക പറിച്ചതും തേനീച്ചക്കൂടും ഇളകി. കൂട്ടരെ വരൂ, ആക്രമിക്കൂ. തേനീച്ചകളെല്ലാം ചക്കക്കൊമ്പനെ ആഞ്ഞു കുത്താൻ തുടങ്ങി. കുത്തുകൊണ്ട് ചക്കക്കൊമ്പൻ ആലടിക്കൊണ്ട് ജീവനും കൊണ്ട് കാറ്റിലേക്ക് ഓടി.